ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ വടക്കുമലേക്കൊന്ന് പോവുകയാണ് കേട്ടോ. പെട്ടെന്നുണ്ടായൊരു പോക്കാണ് കേട്ടോ. അപ്പോൾ ചെമ്മിക്കാടുന്നാണ് ലോഡ് കയറ്റാൻ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ചെമ്മി ഞങ്ങളും പോരിയാണ് കണ്ട് കാവനൂരിൽ നിന്നാട്ടോ ലോഡ് കയറ്റണത്. അപ്പോൾ നിങ്ങളും പോരി എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൊണ്ടുപോവാണ്. പിന്നെ രാവിലെ തന്നെ ഒരുങ്ങിക്കണം കേട്ടോ. രാവിലെ തന്നെ വണ്ടി വെച്ച് കൊടുക്കണം പറഞ്ഞു 10:30 ആകുമ്പോഴത്തേനും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല. ബേബിക്കോൽക്കൊക്കെ ഒന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ, അല്ല നിക്കാഹ്. അപ്പോൾ അതിനും പോവുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ പെരയിൽ ഒറ്റയ്ക്കല്ല. അപ്പോൾ ഇത് പോരെന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ വിചാരിച്ചിട്ടേ ഇല്ലേനി കേട്ടോ. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പോകാൻ ഒരു പൂതി ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പൂതി വെച്ചിട്ട് വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോഴാണ് ഷെമി പൂരി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് തീരെ പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണതും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷം. അപ്പോൾ വണ്ടി അങ്ങാടിയിലേനി കേട്ടോ. അപ്പോൾ ജോമോൻ ഏതായാലും പോകുന്നുണ്ടേനെ. അപ്പോൾ ജോമോൻ പോരി ഞാൻ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജോമോൻ്റെ ഒപ്പം കയറി പോയിട്ടോ വണ്ടീൻ്റെ അടുത്തേക്ക് കണ്ട് എത്തലും മഴ പെയ്യലും ഒപ്പമായിട്ടോ. അപ്പോൾ പിന്നെ വേഗം ഞങ്ങൾ വണ്ടിയിൽ കയറി ഉത്തർന്ന് ഞാനും ഐസിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയാം വണ്ടീൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ട് വെയിലത്ത് ഇങ്ങനെ നിൽക്കില്ല വണ്ടി. അപ്പോൾ ചെറുതായിട്ടാണ് അപ്പോൾ പെയ്യണത്. പിന്നെ അങ്ങോട്ട് സ്ട്രോങ് കൂടിയിട്ടോ മഴക്ക്. അപ്പോൾ കുറേ ആയില്ല നമ്മൾ ലോറി കയറിയിട്ട്. അപ്പോൾ ലോറിയിലാണ് പോണത് കാരണം പൈസമോള് പറയാണ് ഇമ്മ ബാഗ് എടുക്കണ്ടേ, ഡ്രസ്സ് എടുക്കണ്ടേ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ ഹൈദരാബാദ് പോയ പോലെ പോവാന്നാണ് ഇപ്പോൾ അവളെ വിചാരം. അങ്ങോട്ടാണ് പോണത് എന്നാണ് വിചാരം. അതുകൊണ്ടാട്ടോ പറഞ്ഞത് ഡ്രസ്സ് എടുക്കണ്ടേ. ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നമ്മൾ വൈകുന്നേരം തന്നെ പോരാന്നുള്ള നിലക്കാണ് കേട്ടോ പോണത്. ഷെമി പറഞ്ഞു വൈകുന്നേരം ലോഡ് ആവുമല്ലോ, ലോഡ് കയറ്റിയിട്ട് ഇതിലങ്ങനെ പോവാം, അപ്പം നിങ്ങളെൻ്റെ ഒപ്പം പോരേണ്ടി പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകണത് കേട്ടോ. പക്ഷേ പോണ പോക്കിൽ ഇതാക്കണ നമ്മൾ കാറ്റും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്തൊക്കെ പറഞ്ഞ് ഷെമി ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട്. അങ്ങനെ നിർത്തി ഞങ്ങൾ പോയി ലോഡ് കയറ്റുന്നിടത്ത് എത്തിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാവനൂരിൽ നിന്നാണ് കേട്ടോ. കാവനൂർ അങ്ങാടിയിലേക്ക് എത്തണ്ട, എന്നാൽ അങ്ങാടീൻ്റെ അടുത്ത് തന്നെയാണേനു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വേറൊരു വണ്ടി ഉണ്ടായിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ആ വണ്ടി പോയാരെ പിന്നെ നമ്മളെ വണ്ടി നമ്മളവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ലോഡാവോളം പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേ, ലോഡ് കയറ്റി കഴിയോളം. അപ്പം എന്നാൽ ഏതായാലും പെരേ പോവാം, അതിന് വേണ്ടിയിട്ടാണ് ചെമ്മീനെ കൊണ്ടുവന്നതും. അങ്ങനെ ഞങ്ങൾ പോരാനൊരുങ്ങണം. അപ്പം വണ്ടീനവിടെ വെച്ചാണ് കൊടുത്തിട്ട് പോരാന്നുള്ള ഇലക്ക് കേട്ടോ. പൈസമോളാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. നഴ്സറിയിലും പോകണ്ടല്ലോ ഇന്ന് ഏതായാലും നഴ്സറി ഇല്ലേനി നല്ല ഉച്ച വരെ ഉള്ളേനി കേട്ടോ. ടീച്ചർമാർക്ക് എന്തോ പരിപാടി ഉണ്ടായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടീനവിടെ വെച്ച് കൊടുത്തുകൊണ്ട് പിന്നെ അത് ഓട്ടോറിക്ഷ കയറാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് നടക്കണം കേട്ടോ അങ്ങാടിക്കും. അപ്പോൾ ആട്ട് നടക്കുകയാണ്. പിന്നെ നേരെ പോയി ഓട്ടോറിക്ഷ കയറിട്ടോ. ഓട്ടോറിക്ഷ കയറി പിന്നെ നേരെ വടക്കുമലയ്ക്ക് കേട്ടോ. ഏതോ ഒരു ഓട്ടോറിക്ഷ കയറി, നമ്മൾ അറിയുന്ന ഓട്ടോറിക്ഷ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വടക്കുമല എത്തിയപ്പോൾ വടക്കുമലയിൽ ആരും ഇല്ല കേട്ടോ. അമ്മ മാത്രമേ ഉള്ളൂ. മോള് ക്ലാസ്സിന് വയ്ക്കണ്. പിന്നെ മോനും ഭാവിയൊക്കെ ഒരു പണിക്കും പോയി, വാപ്പല്ലാണല്ലോ. അപ്പോൾ ഇമ്മ ഒറ്റയ്ക്ക് ഉള്ളേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെന്ന പാടാണ് അത് അമ്മ വത്തക്കൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിന്. അപ്പോൾ പൈസമ്മക്ക് ജ്യൂസൊന്നും വേണ്ട, അവള് ദൈവമെന്നൊരു കഷ്ണം കൊണ്ടായിട്ട് പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഉമ്മ ജ്യൂസൊക്കെ അടിച്ച് ഞാനാണെങ്കിൽ പെരയിലെത്തിയ സന്തോഷത്തിലാട്ടോ. കുറേ ആയില്ലേ പോയിട്ട്. പിന്നെ അമ്മ ജ്യൂസൊക്കെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ജ്യൂസ് കേട്ടോ. പിന്നെ അതിക്കൊരു കേക്കും ഉണ്ടായിന് അടിപൊളി. ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഞങ്ങൾ വന്നപ്പോത്തിനോട്ടോ. അപ്പോൾ അതിക്കുള്ള ഉള്ളി പിന്നെന്താ ക്യാരറ്റ്, അണ്ടി, മുന്തിരി അതൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇമ്മ വേഗം ഇമ്മനെ കാവനൂർ എത്തിയാണ് വിളിച്ചപ്പോ നിങ്ങൾ ഉള്ളി അരിയാണല്ലോ. അത്ര എളുപ്പം പിന്നെ ദമ്മിട്ടു. പെരയിലെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോണ നീരല്ല കേട്ടോ. ഷെമി അങ്ങോട്ടും ഞാൻ ലോറിയിൽ ലോഡ് കൊണ്ട് പോകും, ബാക്കി തരാറിനൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന്. ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷെമി പോര് പറഞ്ഞ് കൊണ്ടുവന്ന അതിൻ്റെ അടുക്കത്തെ പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഇങ്ങനെ ചാറാണ് കേട്ടോ. ആ ചാറിൽ പിന്നെ അങ്ങോട്ട് സ്ട്രോങ് കൂടിട്ടോ മഴ പിന്നെ കൂടി. ചിക്കൻ പൊരിച്ചുകൊണ്ട് കേട്ടോ. നമുക്ക് ചൂടോടക്കനെ തിന്നാരിച്ചാണ്ടേ ചിക്കൻ പൊരിച്ചില്ലേ, മസാല കൂട്ടി വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ബിരിയാണി ഇതാ ദമ്മിട്ടിരിഞ്ഞ് കുത്താൻ പോവാട്ടോ. നല്ല മഴയാണ് കേട്ടോ. മഴ ഇതാ നേരത്തെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളതിന് ഇപ്പൊ നല്ല മഴയായി, നല്ല ശക്തിയിൽ പെയ്യട്ടെ. ഇനിയിപ്പൊ എങ്ങനെ ഞങ്ങള് പോവാന്നൊന്നും അറിയില്ല. പിന്നെ അത് നമ്മൾ ബിരിയാണിയൊക്കെ തിന്നിട്ടോ. കുറച്ചായിട്ടോ ഇപ്പോൾ ചിക്കൻ ബിരിയാണി തിന്നിട്ട്. അപ്പോൾ ഇത് അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെമി പിന്നെ പോയിട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷ വന്ന പൈസ മോളോണ്ട് പറഞ്ഞു പോയി നോക്ക് കലിയിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നല്ല അമ്മ ഇപ്പപ്പയാണെന്ന്. ഇപ്പപ്പ സർപ്രൈസ് കേട്ടോ. എൻ്റെ വാപ്പ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ സർപ്രൈസായി വന്നപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട കടികളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. ഞാൻ അവിടെ ഉള്ളത് വാപ്പക്കും അറിയില്ല, വാപ്പ വരുന്ന അമ്മക്കും അറിയില്ല. പക്ഷെ എന്തോ അറിയില്ല
അറിയില്ല, വാപ്പ കടികളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അന്ന് ഞങ്ങളവിടെ വിരുന്ന് നിന്ന് വാപ്പ വന്നതും അല്ലേ. പിന്നെ ഷെമി മഞ്ചേരി കൂടെ പോണത് എന്ന് പറഞ്ഞിക്കാണ്ട് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. ഷെമിക്ക് അങ്ങനെ എളുപ്പം പറഞ്ഞു. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ പോരാൻ ഒരുങ്ങണതാണ് കേട്ടത്. രാത്രിയാണ് പിന്നെ പോരുന്നത്. പിന്നെ ബാവൻ്റെ അപ്പാട്ട പോരുന്നത് രാത്രിയും. അങ്ങനെ ബാവ ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കി. അങ്ങനെ വിചാരിക്കാതെ ഒരു ദിവസം അവിടെ വിരുന്നു ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും